ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. കുറേ നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നെനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എനിക്ക് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ ഫേസ് ഒന്ന് സെറ്റഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്തു. അത് ഇനി ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടോണർ യൂസ് ചെയ്ത് പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലമ്മിൻ്റെ നയാസിരിമിൻ്റെ ഒരു സെറമാണ്. പിന്നെ ലാസ്റ്റായിട്ടൊരു സൺസ്ക്രീനോട് യൂസ് ചെയ്ത് ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് തീരാറായി. അതിൻ്റെ കോലം കാണുമ്പോൾ മനസ്സിലാവും യൂസ് ചെയ്ത് അതിൻ്റെ അടപ്പളവിക്കാണ്. അപ്പം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനാണ് പോയത്. എസ്തുവിനെ തറക്കിടത്തി അവൻ്റെ കളിപ്പാട്ടവും കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവൻ ഹാപ്പിയായി. കുറച്ച് നേരമൊക്കെ തറയിൽ കിടക്കും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബോറടിക്കും. പിന്നെ അമ്മ വന്നെടുക്കും കരയുമ്പം. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഫുഡിന് ഇന്ന് പുട്ടും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊറിയർ അൺബോക്സ് ചെയ്ത് നോക്കി. ഇങ്ങനെ കൊറിയർ വരുമ്പോൾ എന്തായാലും അപ്പം തന്നെ അൺബോക്സ് ചെയ്ത് നോക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്ന ഹാമ്പേഴ്സ് ആയിരുന്നു. അപ്പം ഞാനൊരു 2 മെറ്റലിൻ്റെ ഹാമ്പറും ഒരു വുഡിൻ്റെ ഹാമ്പറുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു റൗണ്ട് 2 മെറ്റലിൻ്റെ ഹാമ്പറും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വന്നിട്ടില്ല, ഇത് 2 മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം ഓക്കെ ആണെന്ന് നോക്കി കൊണ്ടുവച്ചിട്ട് പിന്നെ ഒരു കപ്പ് ബൂസ്റ്റ് ഇട്ട പാലും മുട്ട പുഴുങ്ങിയതും കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടയിലിങ്ങനെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് എനിക്കൊരു വർക്ക് ഇന്ന് കൊടുക്കാനുണ്ട്. ഒരു ഫ്ലവർ ബൊക്കെയാണ് എനിക്കിന്ന് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ ഒരു മോഡൽ എനിക്ക് 2ാമത്തെ തവണയാണ് കിട്ടുന്നത്. ആദ്യം ഞാനിത് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ആർട്ടിഫിഷ്യൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണിത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആൾ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു വിളിച്ച്. അപ്പോൾ അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാണ്ടായിരുന്നു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് കമൻസൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല വീഡിയോസൊക്കെ ചെയ്തിടാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നിങ്ങളിൽ നിന്നൊരു റെസ്പോൺസൊക്കെ കിട്ടുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ കൊറിയർ ഓഫീസിൽ പോയിട്ട് കൊറിയറെല്ലാം വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടെന്ന് അതെല്ലാം വാങ്ങി. പിന്നെ കുറച്ച് പ്രിൻറ്റ്സ് എടുക്കാണ്ടായിരുന്ന ഫ്രെയിമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള അതെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിൽ വന്ന് അങ്ങനെ മേടിച്ച സാധനങ്ങളെല്ലാം എടുത്ത് നോക്കുമായിരുന്നു, എല്ലാം മേടിച്ചോ എന്നൊക്കെ. അങ്ങനെ ഈ ജാറ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ പെർഫ്യൂം, അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് തന്നെ എനിക്കൊരു ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് വന്നൊരു ഓർഡറാണ്. അപ്പോൾ ആ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ബൊക്കെ ആയിരുന്നു ചെയ്ത് കൊടുക്കാൻ. എനിക്ക് ചോക്ലേറ്റ് ബൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വർക്ക് എടുത്തിട്ടുണ്ട്. ഞാനൊരു 4-4:30 ആയപ്പോഴത്തേക്കും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞെത്തി. അവർക്കൊരു 7:30 മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്തു വെച്ചിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നില്ല, അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ അലഞ്ഞ് വന്നതായതുകൊണ്ട് ഞാൻ പിന്നെ വേഗം പോയി കുളിച്ചിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ചായയുടെ കഴിക്കാൻ വലിയ മെനക്കേടില്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ഈ ഒരു മാഗിയല്ല, ഇൻഡോമിയാണ്. നമുക്കെല്ലാം മാഗിയാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഈ ഒരു ഒറ്റ ഇൻഡോമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഇൻഡോമിയിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു വൈറ്റാണ്. വേറെ പല ഫ്ലേവറും വരുന്നുണ്ടെങ്കിലും എനിക്ക് ഈ വൈറ്റിനോടാണ് ഭയങ്കര ഇഷ്ടം. പണ്ട് വാപ്പയൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ പറയും, വാപ്പ ഈ ഇൻഡോമിയിൽ വൈറ്റ് മാത്രമേ കൊണ്ടുവരാവുള്ളേ. അഥവാ വാപ്പ ഈ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊണ്ടുവരണമെങ്കിൽ ഞാനും എൻ്റെ ബ്രദറും കൂടി ഈ വൈറ്റ് മാത്രമേ തിരഞ്ഞു പിടിച്ച് മാറ്റി വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മെയിൻ കാരണം ഇതിനകത്ത് ഒരു സോയാ സോസും ഒരു ഓയിലും വരുന്നുണ്ട്. ഓയിലും മറ്റതിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ സോയ സോസ് ഈ വൈറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ സോയ സോസ് വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറുന്നത്. ഈ വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അതിനകത്ത് കൊടുത്തേക്കുന്ന ചില്ലി പൗഡറും അതിനകത്തുള്ള വേറൊരു മസാലയുണ്ട്, അതുകൊണ്ട് ഇടണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം ഒത്തിരി വറ്റി വരുമ്പോഴത്തേക്കും ആ ഓയിലും സോയാ സോസും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു നൂഡിൽസ് ഇതാണ്. ഞാൻ എപ്പോൾ പോയാലും വാങ്ങിക്കുന്ന ഇതാണ്. നൂഡിൽസും ചായയൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ഗായ്സ്.